गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ब्रह्मानन्तां परमसुखदां केवलां ज्ञानमूर्तिं द्वन्द्वातीतां गगनसदृशीं तत्त्वमस्यादिलक्ष्याम् एकां नित्यां प्रणतचरणां सर्वधी साक्षिभूतां भावातीतां त्रिगुणरहितां विश्वगुर्वीं नमामि। कृष्णो रक्षतु मां चराचरगुरुः कृष्णं नमस्ये सदा। कृष्णैनैव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मनः। कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं। कृष्णे भक्तिरचञ्चलास्तु भगवन् हे कृष्ण तुभ्यं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। स्वामी शरणमയ്യപ്പ। ചിറക്കൽ ചാമുണ്ടിക്കോട്ടം മണ്ഡലകാല പ്രഭാഷണ പരമ്പരയോട് അനുബന്ധിച്ച് 70 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ 4 ദിവസം ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ 4 ദിവസങ്ങളിൽ ലക്ഷ്മണോപദേശത്തിൻ്റെ സമകാലിക പ്രസക്തി എന്നുള്ള വിഷയത്തിൽ 4 ദിവസം നമ്മൾ ഒരുമിച്ച് സത്സംഗത്തിലേർപ്പെട്ടു. ഭഗവതിയുടെ നിയോഗം കൊണ്ട് വീണ്ടും ഒരു 3 ദിവസവും കൂടി മറ്റൊരു വിഷയം ചിന്തിക്കുവാൻ വേണ്ടി അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ 3 ദിവസം കൊണ്ട് നമ്മൾ ഒരുമിച്ച് ആലോചിക്കാമെന്ന് കരുതുന്നതായ വിഷയം രഘുവംശം പറഞ്ഞ രാമകഥ എന്നുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിന് രാമായണവുമായി അത്യധികം അടുത്ത ബന്ധമുള്ള ഒരു വിഷയം തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇതിലും കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ പോകുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. രാമായണത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഒട്ടും ആലോചിക്കാൻ പറ്റില്ല. ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹണേത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്, അവയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ വേദത്തെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അവരവരുടെ രചനയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം കവികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മലയാള സംസ്കൃതിയുടെ, മലയാള കാവ്യലോകത്തെ ആദ്യമെടുത്തൊന്ന് പഠിച്ചു നോക്കിയാൽ പരിപക്വമായിട്ടുള്ള എല്ലാ കാവ്യങ്ങളും അതിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ മുഴുവൻ ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിക്കുവാൻ വേണ്ടി പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എടുത്തുകൊണ്ട് അതിലെ ഏതെങ്കിലും കാര്യത്തെ വളച്ചൊടിച്ചൊന്ന് സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശസ്തനാവാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒട്ടും തനിമ ചോരാതെ തന്നെ അതിൻ്റെ കറ കളയാതെ ഉള്ളതായ അവിടെ ഇവിടെയുമൊക്കെ കുറച്ച് നമുക്ക് വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കറയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അത് സമൂഹം എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിൽ കവിതകൾ രചിച്ച ഒരുപാട് കാവ്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് കാളിദാസ മഹാകവിയുടെ രഘുവംശം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യം. അപ്പം നമ്മൾ 3 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു, രാമകഥ കാളിദാസൻ പറഞ്ഞപ്പോൾ പല കവികളും പാടിയിട്ടുണ്ട് രാമകഥ. രാമചരിതം കാളിദാസൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അത് ഏകദേശം മുഴുവൻ രാമായണ കഥയും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെയാണ് കവി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്? ഒരു പക്ഷേ ഭക്തികാവ്യത്തെക്കാൾ ഉപരി ഇതിൽ കൂടുതൽ നമുക്ക് വൈജ്ഞാനികമായിട്ടുള്ള ശകലങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മുടെ സദസ്സ് എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സദസ്സും കൂടിയാണ്. ആ വൈജ്ഞാനിക ശകലങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. അപ്പോൾ കാളിദാസനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നുള്ളത്. നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നു അദ്ദേഹത്തെ എത്ര ഉയർത്തുവാൻ വേണ്ടിയിട്ട് കൊടുത്ത ബഹുമതിയാണ്. സത്യത്തിലല്ല. കാളിദാസന്റെ 7 അയൽവക്കത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും കാളിദാസന്റെ കാവ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും കൃത്യമാണ് അദ്ദേഹത്തിന്റെ രചന എന്നുള്ളതാണ്. ഷേക്സ്പിയറുമായിട്ട് അജഗജാന്തരമുണ്ട്. പക്ഷെ ചരിത്രകാരന്മാർ അതൊരു വലിയ പദവി പോലെ കൊടുക്കുകയും ചെയ്തു. ഈ ഷേക്സ്പിയറിന്റെ മുത്തപ്പൻ ജനിക്കുന്നതിൻ്റെ എത്രയോ കാലം മുമ്പാണ് കാളിദാസൻ ജനിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നത്. ശരിക്കും യുക്തി ആലോചിച്ചാൽ തിരിച്ചു വിളിക്കാനേ യോഗ്യതയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാരതീയരായ നമ്മൾ ഈ സംസ്കാരത്തിൽ നിന്നും എത്രയോ അകലെയായതുകൊണ്ട് ഇതേ കാളിദാസനെ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലും അല്ലേ, ഇപ്പം ഒരു കുഴപ്പമില്ല. ഇപ്പം കേരള പ്രഭാവർമ്മ എന്ന് പേരിട്ട് വിളിച്ചാൽ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പം ചരിത്രപരമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ മേൽ വലിയൊരു അധിനിവേശം നടക്കുന്നുണ്ട്. ഒന്ന്, ഏറ്റവും നല്ലത് ഭാരതീയരെ തകർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിലേക്ക് ഇൻഫീരിറ്റി കോംപ്ലക്സ്, അപകർഷത ബോധം കുറേശ്ശെ കുത്തിവെച്ചുകൊണ്ടിരിക്കാം. ഏറ്റവും നല്ലതാ. നമ്മളത്ര കൊള്ളില്ല, നമ്മൾ പോക്കാണ് എന്നുള്ള ചിന്ത, പൊതുവേ നമ്മൾ ആ ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്ന അല്ലേ. പൊതുവേ സ്കൂളിൽ പോയാലും ശരി, എവിടെ പോയാലും ഞാൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കുട്ടികളോടൊക്കെ സംസാരിക്കും. അവർക്കൊക്കെ മറ്റ് മതസ്ഥരെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് അഭിമാനത്തോടുകൂടി അവർ പറയും. പക്ഷേ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒക്കെ അവരുടെ ഉള്ളിലേക്ക് ഒരുതരം അപകർഷതാ ബോധം
നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വൈകാരികമായി സനാതനധർമ്മത്തിൽ ഒരേപോലെ ചിന്തിക്കുന്നവർ ഇപ്പോൾ സമൂഹത്തിൽ ചേർന്ന് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വലിയ മാറ്റങ്ങളാണ് ഭാരതത്തിലുടനീളം. കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഭാരതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളം. അല്ലാണ്ട് ഇത് രണ്ട് നാടൊന്നുമല്ല. ഭാരതത്തിലുടനീളം ഈ സനാതന ധർമ്മം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വൈകാരികമായി നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ സത്യത്തിൽ നമ്മൾ മാറേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വൈചാരികമായിട്ട് കൂടി നമ്മൾ മാറണം. വിചാരമുള്ളവരായി മാറണം, വികാരമുള്ളവരായിട്ട് കാര്യമില്ല. അപ്പോൾ ആ വിചാരതലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള സത്സംഗങ്ങളും നമ്മുടെ ധർമ്മത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റങ്ങളും ഒക്കെ ഒന്ന് ചിന്തിച്ചു പോകുമ്പോൾ സമൂഹത്തിൽ കൃത്യമായി തിരുത്തലുകൾ രേഖപ്പെടുത്താൻ പറ്റും നമുക്ക് എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാർ ചെയ്ത നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ്. ഏറ്റവും ആദ്യം അവർ ചെയ്തു വെച്ചതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് ഒരു അപകർഷതാബോധം കൃത്യമായി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അവർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം കൃത്യമായി. രണ്ട് കാര്യങ്ങൾ അവർ പ്രധാനമായിട്ടും ചെയ്തു. ഒന്ന്, ഭാരതീയർ ഏറ്റവും അഭിമാനത്തോടുകൂടി അവർ കൊണ്ടു നടന്ന വേദങ്ങളെ, 4 വേദങ്ങൾ, ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും, 4 വേദങ്ങളെ അത് വൈദികർ അത്ര നിഷ്കർഷിച്ച് ആ ധാര ഒട്ടും പോകാതെ ഇങ്ങനെ ഇന്നും ഭാരതത്തിൻ്റെ പല കോണുകളിലും സംരക്ഷിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഘനപാഠങ്ങൾ വളരെ കൃത്യതയോടെ സൂക്ഷിച്ച് ഉദാത്ത അനുദാത്ത സ്വരിതഭാവത്തോടു കൂടി ചൊല്ലി അതിൻ്റെ പ്രത്യേക സങ്കോഷ്ഠികളിൽ അർത്ഥചിന്തനം നടത്തി അതിങ്ങനെ വളരെ കൃത്യമായിട്ട് അത് ഏത് കാലത്തുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. വേദങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപൗരുഷേയങ്ങളാണ്, പുരുഷൻ നിർമ്മിച്ചല്ല, ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ. വേദങ്ങൾ ആരെഴുതിയെന്ന് വെച്ചാൽ ആരും എഴുതിയതല്ല, അതാണ് ഉത്തരം. കാരണം അത് ഓരോ വേദമന്ത്രത്തിൻ്റെയും മുമ്പിൽ സ്മരിച്ച ഋഷിയെയാണ് നമ്മൾ പറയുന്നത്. ഋഷി കണ്ടെത്തിയതാണ്. അതിനൊരു കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഋഷിയും ഛന്ദസ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സ്മരിക്കുമ്പോൾ ഇന്നാളെ എഴുതിയെന്നും കൂടെ നമുക്ക് പറയുന്നില്ല ഇവിടെയും. അപ്പൊ ഏതോ അനാദിയായ കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വൈദിക സമ്പത്ത്, ആ സമ്പത്തിന്റെ മുകളിൽ, കാരണം അതിനെ കൂട്ടുപിടിച്ചിട്ടാണ് ബാക്കി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിഹാസങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേദത്തിന്റെ തത്വങ്ങൾ നമുക്ക് പുറത്തേക്ക് കാട്ടിത്തന്നു. പുരാണങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വേദത്തിന്റെ പൊരുളിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. വേദത്തിൻ പൊരുൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഋഷി പുരാണങ്ങൾ ചമച്ചു എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വൈദികം ആയിട്ട് എന്താണോ പറയുന്നത്, വേദം ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണോ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് മുഴുവൻ എല്ലാ തത്വങ്ങളും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യം ഭാരതീയരുടെ ഉള്ളിൽ ഈ ഒരു അപകർഷതാബോധം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആ വേദമൊന്നും അല്ലാമെന്ന് കാണിച്ചാൽ മതി. ഏറ്റവും നല്ല മാർഗം അതാ. നിങ്ങൾ ഈ വളരെ ഉദ്ഘോഷിച്ചു കൊണ്ട് നടക്കുന്നതായ ഈ 4 വേദങ്ങൾ ഒന്നുമല്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു ഒരു പരിധി വരെ. അതിനാദ്യം അവർ ചെയ്തതും അതാണ്. വേദം അത് ആട്ടിടയന്മാരുടെ പാട്ടാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. സിന്ധു നദീതട തീരത്തിലൂടെ ആടിനെ മേക്കാൻ പോയിട്ടുള്ള കുറെ ആൾക്കാർ, അവർ പശുവിനെയും ഒക്കെ മേച്ച് നടന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ വെളിപാടുണ്ടായി. അവരതിങ്ങനെ പറഞ്ഞ് അടുത്ത തലമുറയിലേക്ക് കൊടുത്തു എന്ന് ഇങ്ങനെ വന്ന അത്രേ ഇതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നോക്കണം. നമ്മൾ അത്ര പവിത്രമായി കാണുന്ന ഇതിനെ അങ്ങനെ രീതിയിൽ പ്രചരിപ്പിച്ചു. മാത്രമല്ല, ഈ വേദത്തെ ഒന്ന് അർത്ഥതലങ്ങളൊന്നും അറിയണം ജനങ്ങൾക്ക്. വളച്ചൊടിച്ച് ഇതിനൊന്ന് വ്യാഖ്യാനിക്കണം. എന്താ എളുപ്പ വഴി? അപ്പൊ അവരാലോചിച്ച സമയത്ത് അന്ന് വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് അന്ന് ലോകത്തുണ്ടായിരുന്ന
ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ കണ്ടു ബ്രിട്ടീഷുകാർ. അദ്ദേഹമാണ് മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി. അദ്ദേഹത്തെ മഹാബുദ്ധിമാനാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചു നമ്മുടെ വേദങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നേ വരെ സംസ്കൃതം പഠിക്കാതിരുന്ന മാക്സ് മുള്ളറെയാണ് എന്ത് ചെയ്തത്, ഈ വേദങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചത്. കാരണം വേദം തർജ്ജമ ചെയ്യണമെങ്കിൽ സംസ്കൃത ഭാഷ ഇല്ലാതെ ആവില്ല. മാക്സ് മുള്ളർ എന്ത് ചെയ്യുന്നറിയാം, അവിടെയാണ് ഈ വിദേശികരുടെ ഒരു കഠിന പ്രയത്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോഴും ചില നന്മകളുണ്ട് അവർക്ക്. മാക്സ് മുള്ളർ വേദം അങ്ങ് മാറ്റി വെച്ചു, അത് തൊട്ടില്ല അദ്ദേഹം ആദ്യം ചെയ്തത് 12 വർഷത്തോളം കഠിന തപസ്സിലൂടെ സംസ്കൃത ഭാഷ കരസ്ഥമാക്കി. ആദ്യം ചെയ്ത അതാ. എന്നിട്ട് അദ്ദേഹം വേദം തൊട്ടിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആർക്കെങ്കിലും മറിച്ച് കരാർ കൊടുക്കും, ഉറപ്പാണ്. നമുക്ക് ചില്ലറ കിട്ടണം എന്നല്ലാണ്ട് വേറെ എന്താ ഉള്ളത് ഇപ്പം. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, 12 വർഷമാണ്, കഠിന തപസ്സാണ്. ഇതൊന്ന് പഠിച്ചെടുക്കണം. ഈ ഭാഷ പഠിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് കയറാൻ. അങ്ങനെ തപം ചെയ്തെടുത്ത് ഭാഷ പഠിച്ച് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മാക്സ് മുള്ളർ തലയിൽ കൈവച്ചിരുന്നു പോയി. വായിച്ചിട്ട് മനസ്സിലാവാനിട്ടല്ല, ഇതിൻ്റെ ഈ വേദങ്ങളുടെ ആഴവും പരപ്പും ഒക്കെ കണ്ട്. ഇതേ മാക്സ് മുള്ളറിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യക്ക് നമ്മളെ എന്ത് പഠിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ മലയാള തർജ്ജമ കിട്ടാനുണ്ട്, വാട്ട് ഇന്ത്യ ക്യാൻ ടീച്ച് അസ്. അതിൽ മാക്സ് മുള്ളർ ഇന്ത്യയെക്കുറിച്ച്, ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചത് അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കണം എന്നാണ്. അതിന് പുറപ്പെട്ട മാക്സ് മുള്ളർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ ചില വരികളുണ്ട്, നമ്മളെടുത്ത് വായിച്ചു നോക്കണം. നമ്മളെ അത്ര അഭിമാനമുള്ളൂ നമ്മളത് വായിച്ചാൽ. അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെ എടുത്താൽ, വാട്ട് എവർ സ്പെയർ ഓഫ് ഹ്യൂമൻ മൈൻഡ് യു മേ സെലക്ട് ഫോർ യുവർ സ്പെഷ്യൽ സ്റ്റഡി, whether it be language or religion, mythology or philosophy, primitive arts or primitive science, everywhere you have to go to India. Whether you like it or not, because some of the most valuable and most instinctive materials in the history of man are treasured in India and India only. സൂര്യനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും പഠിക്കണം, സൂര്യൻ്റെ താഴെയുള്ള എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, അല്ലയോ ബ്രിട്ടീഷുകാരെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ എന്നെ ഇതിനൊന്നുമല്ല ഏൽപ്പിച്ചത്, പക്ഷെ സത്യം ഇതാണ്, യു ഹാവ് ടു ഗോ ടു ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അത് ഫിലോസഫി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കെമിസ്ട്രി, ബയോളജി, എന്തോ ആയിക്കോട്ടെ, ശാസ്ത്രങ്ങളുടെ വേരുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. കാരണം ലോകം മുഴുവൻ അജ്ഞതയിൽ അണ്ടുകടന്നിരുന്ന ഒരു സമയത്ത് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ താമസിച്ചിരുന്നു, അല്ലേ? ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് 2 തട്ടിലേക്ക് നമ്മൾ ജനങ്ങളെ വേർതിരിക്കുമ്പോൾ ഉണ്ടായിട്ടും വേണ്ടാതെ തപസ്സിന്റെ ലോകത്ത്, അറിവിന്റെ ലോകത്ത് ജീവിച്ച ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ മാക്സ് മുള്ളറെ കൊണ്ടുപോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് പറയുന്നത്, ഇത് ഒന്ന് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ. അത്ര അറിവിന്റെ ഖനിയാണ് ഭാരതം എന്ന് പറയും. ഇതേ മാക്സ് മുള്ളറെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞ, വേദം പഠിച്ച് ഇദ്ദേഹം മോക്ഷമുള്ളറായി മാറിയെന്ന് പറഞ്ഞു. പേര് തന്നെ വിവേകാനന്ദൻ മാറ്റിവെച്ചു. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ആ വൈദിക ധാര കുടികൊള്ളുന്നതായി സമ്പത്തിനെ മുഴുവൻ നമുക്കിതുപോലെ ശക്തിയും പ്രചോദനവും നൽകുന്ന രീതിയിൽ ഒരുപാട് കവികൾ എടുത്ത് വ്യാഖ്യാനിച്ച് കാവ്യത്തിന്റെ രൂപത്തിൽ, വേദം സത്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അത്ര രസം തോന്നൂല, അല്ലെ? രസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം, 9 രസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഇതിനകത്തും തോന്നാൻ സാധ്യതയില്ല. രസമില്ലെങ്കിൽ നമ്മൾ പറയും ബോറടിക്കുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? വേദം സത്യത്തിൽ ആരെയും രസിപ്പിക്കാനുള്ളതല്ല. പച്ചയായ സത്യങ്ങളെ അതൊരു
കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വിവരിച്ചു തരും. അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് മറ്റൊരുപാട് ശാസ്ത്രങ്ങൾ കൂട്ടായിട്ട് വേണം. പാദൗത്തുവേദസ്യ അല്ലെ, ഛന്ദസ്സിനെ കുറിച്ച് പഠിക്കണം, കൽപ്പശാസ്ത്രം പഠിക്കണം, നിരുക്തം വേണം, ജ്യോതിഷം വേണം, വ്യാകരണം വേണം. ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളുടെയും അകമ്പടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ആലോചിക്കും, ഇത് നമുക്കൊന്നും പറഞ്ഞതല്ല, ഇത് പഠിക്കുക. അപ്പം എന്താ മാർഗം? ഈശ്വരനെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും തത്വചിന്തകളെക്കുറിച്ചും സർവോപരി ധർമ്മത്തെക്കുറിച്ചും. ഈശ്വരചിന്ത ഇപ്പം എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല, പക്ഷെ ധർമ്മബോധം എല്ലാവർക്കും വേണം ലോകത്ത് ജീവിക്കണമെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാല് അവിടെയാണ് കാവ്യത്തിന്റെ ആവശ്യകത. കാവ്യം, രാമായണം ആദി കാവ്യം എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. കാവ്യം എന്താ? കാവ്യത്തിന്റെ പ്രത്യേകത തന്നെ വാക്യം രസാത്മകമാണ്, അല്ലെ? രസാത്മകം വാക്യം കാവ്യം. രസാത്മകമായി രസത്തിൽ കാര്യങ്ങൾ പറയാം. രാമായണം നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം അതിൽ രസമുണ്ട്, പലതരത്തിലുള്ള രസങ്ങളുണ്ട്. രാമരാവണ യുദ്ധം വർണ്ണിക്കുന്ന സമയത്ത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീരരസം ഉണ്ടാവും. രാമൻ സീതയെ പരിത്യജിക്കുന്നതായ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുണം എന്ന് പറയുന്ന രസം ഉണ്ടാകും. ഇനി ഹാസ്യവുമുണ്ട് രാമായണത്തിൽ. രാമായണത്തിൽ കോമഡി ഉണ്ടോ? ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഉണ്ട്. രസകരമായിട്ടും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ഹാസ്യരസമുണ്ട്. രാമൻ വനത്തിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു നാട്ടിലൊരു വിളംബരം പുറപ്പെടുവിക്കും. എന്താണ്? ആർക്കാണോ ഇപ്പോൾ രാമനെ പോയി നമസ്കരിക്കുന്നത് അവർക്ക് വേണ്ട ദാനധർമാദികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഇത് വളരെ വൈകി ഇത് കേൾക്കുന്നു. മനസ്സിലായില്ലേ? എല്ലാവരും വാങ്ങിയിട്ടെല്ലാം പോയി, ഇനിയിപ്പോൾ അവിടെ പോയി എന്തും കിട്ടും. അദ്ദേഹം ഒരു ഓട്ടോ ഓടുന്നുണ്ട്, മെലിഞ്ഞ് ഉണങ്ങിയ ആള്. വളരെ രസമാണ് ആ പോക്കൊക്കെ. ഇതല്ലേ, അവിടെ പോയി കഴിഞ്ഞല്ലേ അങ്ങനെ ഓടിയെത്തി രാമൻ ഇദ്ദേഹത്തിന്റെ വരവൊക്കെ കണ്ട സമയത്ത് വളരെ വിഷമം തോന്നി. രാമായണത്തില് അയോധ്യാകാന്ഡത്തിലുണ്ട്, ഈ ഭാഗം നോക്കി നമുക്ക് കിട്ടും, വാൽമീകി രാമായണത്തിൽ. അപ്പൊ അദ്ദേഹം ഒരു വടിയെടുത്തിട്ട് വരും. അപ്പം രാമനൊരു തമാശ തോന്നി. അദ്ദേഹത്തോട് പറയും, നിങ്ങൾക്ക് കൊടുക്കാനുള്ളെല്ലാം കൊടുത്തു, ഇപ്പൊ എന്തും ഇല്ല കയ്യിൽ, ഇനി തരാൻ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, പക്ഷെ അത് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വടിയൊന്ന് ചുഴറ്റി എറിയാം, അതെവിടെയാണോ വീഴുന്നത് അത്രയും സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരാന്ന്. എൻ്റെ ഭഗവാൻ, അദ്ദേഹം എടുക്കുന്ന ഒരു കസറത്തുണ്ട് അല്ലേ, ഇത് ആ വടി എടുത്ത് ഒന്ന് കയ്യെല്ലാം നോക്കി ആരോഗ്യമെല്ലാം നോക്കി വലിച്ച് ചുറ്റി എറിയുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിൽ. അത് ഒരു രസം തോന്നുന്നു വായിക്കും നമുക്കത്. അപ്പൊ മനുഷ്യന്റെ ഒരു അടങ്ങാത്ത ഒരു ആർത്തിയെ ഒരു സെന്റിമീറ്റർ അപ്പുറം എറിയാൻ പറ്റിയ അത്രയും സ്വന്തമാവുമല്ലോ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്നതായ ഒരു എഫേർട്ട് ഉണ്ട്. അത് ഇങ്ങനെ വാൽമീകി വളരെ രസകരമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ വടി കുറച്ചും കൂടെ രസകരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ആ വടി പോയി വീണ സ്ഥലം ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അമ്മാതിരി ഏറായിരുന്നു. രണ്ടാമതൊരു അവസരം ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ രാമൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്, ഞാനൊരു തമാശ തോന്നിയാണ്. അപ്പം രാമൻ അതാണ്, അത്ര വനത്തിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിൽ പോലും ഒരാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തമാശ തോന്നണമെങ്കിൽ നമുക്ക് തോന്നുന്നു തമാശ, നമുക്ക് തോന്നുന്നു സീരിയസ് ആണ്. നമ്മൾ എവിടത്തേക്കാ പോകുന്നത്? ടൂറിന് പോകുമ്പോൾ നമുക്ക് തമാശ തോന്നും. പക്ഷെ അതല്ല, നാടും വീടും എല്ലാം വിട്ട് വനത്തിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രന് ആ പോകുന്ന സമയത്ത് മനസ്സിലൊരു തമാശ തോന്നണമെങ്കിൽ ജീവിതത്തെ എങ്ങനെ എടുക്കുന്ന ആളായിരിക്കണം? ഇതെല്ലാം ഒരു കളിയായിട്ട് എടുക്കുന്ന ആൾക്കേ തമാശ വരുള്ളൂ നേരം, അല്ലാതെ ആർക്കും തമാശ വരുമോ? ഇല്ല. അത്ര ആ സന്ദർഭത്തിൽ പോലും ശ്രീരാമചന്ദ്രന്റെ മനസ്സിളകാത്തതാണെന്ന് കാട്ടുവാൻ വേണ്ടി വാൽമീകി മഹർഷി വളരെ തന്ത്രപൂർവ്വം എഴുതിച്ചേർത്ത ഒരു കാര്യങ്ങളാണ്. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അത്രയധികം പ്രയാസങ്ങൾ വന്ന് ഉഴറുമ്പോഴും അല്ലെ, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചിരിക്കാൻ, അല്ലെ? അവിടെയും ചിരിക്കാൻ സാധിക്കണം ജീവിതത്തിൽ. അങ്ങനെ ചിരിക്കുന്നവരാണ് വിജയിച്ചിട്ടുള്ളൂ. മനസ്സ് പ്ലസന്റ് ആയിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഹാസ്യമുണ്ട് രാമായണത്തില്,
കരുണുണ്ട്, വീരുണ്ട്, ഭയാനക രസം ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ശൂർപ്പണഖയുടെയും ഖരദൂഷണ ത്രിശിരാക്കളുടെയൊക്കെ, അതുപോലെ തന്നെ താടകയുടെയും ഒക്കെ രംഗം വർണ്ണിക്കുന്ന ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഭയാനകം ഉണ്ടാവും, ഭയാനക രസം. ഞാൻ പറയുന്ന നവരസങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുന്നതിൽ വാൽമീകി വളരെ നിഷ്കർഷിച്ചുകൊണ്ട് ചേർത്തതാണ് ഈ രാമായണം. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ രസിപ്പിക്കുക എന്നതിലൂടെ തത്വങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക, അതാണ് രസിപ്പിച്ചുകൊണ്ട് തത്വങ്ങൾ എത്തിക്കാൻ. അങ്ങനെ വാക്യം രസാത്മകമായിട്ട് അവതരിപ്പിച്ചപ്പോൾ വാൽമീകിയുടെ ഈ ഒരു കാവ്യസപര്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ധാരാളം കവികൾ രാമായണ രചന നടത്തിയപ്പോൾ അതിൻ്റെ രസമൊട്ടും ചോർന്നു പോകാതെ, എന്നാൽ സഹൃദയർക്ക് രസിക്കുന്ന തരത്തിൽ ഈ കഥയെ ഭംഗിയായി പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് കാളിദാസൻ. അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുള്ളത്, ഭാരതത്തിൻ്റെ ഏത് അമൂല്യമായ സമ്പത്ത് ഇല്ലാതായാലും വ്യാസൻ, ഭാസൻ, കാളിദാസൻ ഈ 3 പേര് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സംസ്കൃതിയെ അനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത്ര പ്രാധാന്യമുണ്ട് കാളിദാസൻ, അത്രയും പ്രാധാന്യം. അപ്പം ആ കാളിദാസൻ രഘുവംശം എന്ന് പറയുന്നതായ തൻ്റെ കാവ്യത്തിൽ രഘുവംശം മുഴുവൻ സൂര്യവംശ രാജാക്കന്മാരുടെയും ചരിത്രത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ളതായ ഒരു കാവ്യമാണ്. 29 സർഗങ്ങളാണ് ഈ രഘുവംശ മഹാകാവ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 29 സർഗങ്ങൾ. ആ 29 സർഗങ്ങളിലായി അല്പം ഭാഗത്തെ മാത്രം എടുത്തിട്ട് 9 മുതൽ ഏകദേശം 15 സർഗങ്ങളോളം ആണ് നമുക്ക് നോക്കിയാൽ അവിടെ രാമായണ കഥ പറഞ്ഞു വരുന്നത്. കാരണം രഘുവംശം നോക്കുവാണെങ്കിൽ ദിലീപൻ, അജൻ, രഘു ഇങ്ങനെ ഒരു ക്രമത്തിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദശരഥൻ്റെ ചരിത്രം പറയുന്ന അവിടെ മുതൽ അങ്ങോട്ട് ഉള്ളതായ രംഗങ്ങളാണ് നമ്മൾ സത്യത്തിൽ ഈ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, അതിൽ രാമായണത്തിലെ കഥ മുഴുവൻ വളരെ രസകരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. രസകരമായിട്ടെന്ന് പറയുന്ന സമയത്ത് കാളിദാസന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഉപമ ഒന്നിനെ മറ്റൊന്നിനോട്ട് ചേർത്ത് പറയുന്നതിൽ ഇത്രയും മിടുക്കനായിട്ട് ഒരു കവി ലോകത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ പറയും, ഉപമാ കാളിദാസസ്യ ഭാരവേരർത്ഥഗൗരവം ദണ്ഡിന പതലാളിത്യം മാഘേ സന്ധി ത്രയോ ഗുണാഹ. പൗരാണികരായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർക്ക് തുല്യമായ കവികളിൽ ഉണ്ടായിരുന്ന ഗുണങ്ങളെ ഈ പറഞ്ഞത്. ഉപമാ കാളിദാസസ്യ, കാളിദാസന്റെ ഉപമാ എന്ന് പറയുന്നതായ ഒരു വിശിഷ്ട ഗുണം. നമ്മളത് ഇടയിലിടയിൽ ചില ശ്ലോകങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഒരു സംഗതിയെ മറ്റൊന്നിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്.